ടെഹ്റാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് മുന്നറിയിപ്പ് ഭീഷണി സന്ദേശവുമായി ഇറാൻ. ഇന്നലെയാണ് USS എബ്രഹാം ലിങ്കണും മറ്റ് യുദ്ധക്കപ്പലുകളും മധ്യപൂർവ്വ ദേശത്ത് എത്തിയത്. ഇവ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്തിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള കപ്പൽ ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടെഹ്റാൻ ലക്ഷ്യമാക്കി ധാരാളം കപ്പലുകൾ നീങ്ങുന്നുവെന്നും US സൈന്യത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യയിലേക്ക് പ്രവേശിച്ചു എന്നതിന് പറഞ്ഞതിനു പിന്നാലെ കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. ടെഹ്റാൻ ലക്ഷ്യമാക്കി ധാരാളം കപ്പലുകളാണ് നീങ്ങുന്നത്. കൂടാതെ US സൈന്യത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യയിലേക്ക് പ്രവേശിച്ചു എന്നതിന് പറഞ്ഞതിനു പിന്നാലെ കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. ഇറാനെ തൊട്ടാൽ തീർക്കുമെന്നാണ് ഇറാന്റെ സഖ്യകക്ഷികളുടെ മുന്നറിയിപ്പ്. ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇറാനെതിരായ ആക്രമണം തങ്ങൾക്കെതിരായ ആക്രമണമാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ നേരിടുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. നേരത്തെ നടത്തിയ ആക്രമണത്തിൽ തീപിടിച്ച കപ്പലിന്റെ ദൃശ്യമടങ്ങുന്ന ചെറു വീഡിയോയ്ക്കൊപ്പം ഉടൻ എന്ന തലക്കൊട്ടോടെയാണ് ഹൂതികൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഹൂതികളുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിശദീകരണമില്ലെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് ചെങ്കടലിൽ 100-ലേറെ കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇത് പുനരാരംഭിക്കാനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. US ഇറാനെ ആക്രമിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് പശ്ചിമേഷ്യയിലേക്ക് USS എബ്രഹാം ലിങ്കൺ എത്തുന്നത്. 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളും സ്ക്വാഡ്രൺ അടക്കമാണ് USS എബ്രഹാം ലിങ്കണിന്റെ വരവ്. ഇറാനെതിരായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണമായി കാണുമെന്നാണ് സെക്രട്ടറി ജനറൽ നയീം കാസിം പറയുന്നത്. ലെബനനിൽ ഇറാൻ ഐക്യദാർഢ്യ റാലിയിൽ സംസാരിക്കവെയാണ് നയീം കാസിയുടെ വാക്കുകൾ. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഹിസ്ബുള്ള നിഷ്പക്ഷത പാലിക്കില്ല. ഇറാനെതിരായ ആക്രമണം മേഖലയാകെ കത്തിക്കുമെന്ന മുന്നറിയിപ്പും നയീം കാസിം നൽകി. ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ കത്തൈബ് ഹിസ്ബുള്ളയും സമാന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ സമ്പൂർണ്ണ യുദ്ധമെന്നാണ് കത്തൈബ് ഹിസ്ബുള്ള തലവൻ അബൂ ഹുസൈൻ അൽ ഹമീദാവി പറഞ്ഞത്. സംഘാംഗങ്ങളോട് യുദ്ധത്തിന് തയ്യാറാകാനും അബൂ ഹുസൈൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനെ US ആക്രമിച്ചപ്പോൾ പ്രോക്സികൾ സഹായത്തിനെത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സാഹചര്യം വ്യത്യസ്തമാണെന്നും അബൂ ഹുസൈന്റെ നിലപാട്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതി നേതാക്കൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ മുന്നിട്ടിറങ്ങിയത്. അതുതന്നെയാണിപ്പോൾ ഇറാൻ US ആക്രമണത്തിലും നടക്കുന്നത്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ പിടിച്ചടക്കുകയും ചെയ്തു. അതുതന്നെയാകും ഇവിടെയും അവർ ഉദ്ദേശിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ അറേബ്യൻ പെൻസുലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യമൻ. ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിം മതവിശ്വാസികളായ യമനിൽ സുന്നി ഷിയ വിഭാഗങ്ങളാണ് പ്രമുഖർ. യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് ഹൂതി പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത്. ഷിയ വിഭാഗത്തിൽപ്പെട്ട സൈദി വംശജരാണ് ഇവരുടെ പൂർവികർ. സുന്നി ഭൂരിപക്ഷമുള്ള യമനിൽ സെയ്ദി ഷിയ സമുദായം ചരിത്രപരമായി രാഷ്ട്രീയ അധികാരം കൈവശം വെച്ചിരുന്നുവെങ്കിലും കാലക്രമേണ അവരുടെ സ്വാധീനം കുറയുകയായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ സെയ്ദി ഷിയ വിഭാഗങ്ങൾക്കെതിരായ അടിച്ചമർത്തലിനെതിരായ മുന്നേറ്റമെന്ന നിലയിലാണ് ഹൂതികൾ സജീവമായത്. സംഘടനയുടെ സ്ഥാപകനായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂദിയുടെ പേരാണ് സംഘടനയ്ക്കും നൽകിയിരിക്കുന്നത്. യമന്റെ പ്രസിഡന്റായിരുന്ന അലി അബ്ദുള്ള സാലെ സൈദികളെ വേട്ടയാടിയപ്പോൾ ഹൂതികൾ പ്രതിരോധം തീർത്തു. 2000കളുടെ തുടക്കത്തിലാണ് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂതികളെ ലക്ഷ്യം വെച്ചുള്ള അടിച്ചമർത്തൽ ആരംഭിച്ചത്. 2014 യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുക്കുകയും പിന്നീട് രാജ്യത്തുടനീളം തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ രാജ്യത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായി. യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും ഹൂതി വിമതരെ നേരിടുന്നതിനുമായി 2015 US-ന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ സംഘർഷത്തിൽ ഇടപെട്ടു. ഗുരുതരമായ തകർച്ചയിലേക്കാണ് ഇതോടെ യമൻ നീങ്ങിയത്. ഏകദേശം 20,000-ലധികം അംഗങ്ങളുള്ള ഹൂതികൾ യമന്റെയും വടക്കൻ പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സർക്കാർ തുറമുഖ നഗരമായി ഏതൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ യമൻ ഏറെക്കുറെ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഹമാസിന്റെ മിന്നലാക്രമണവും തുടർന്നുള്ള ഇസ്രായേലിന്റെ ഗാസ അധിനിവേശവും ആരംഭിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ അന്നു മുതൽ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂതികൾ ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ അമേരിക്ക ആക്രമിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.